നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എം എൻ കാരശ്ശേരിയും ചേരുകയാണ്. ശ്രീ എം എൻ കാരശ്ശേരി, 2019 വരെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന വാഗ്ദാനമായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ആ ക്ഷേത്രം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് പണിതുയർത്തിയ പുതിയ രാമക്ഷേത്രത്തെ ഏത് രീതിയിലായിരിക്കും ബി.ജെ.പി വരും തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ബി.ജെ.പി വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനമാണ്. 2024 ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ താരതമ്യേന എളുപ്പമായിരിക്കും. അതിന്റെ ഒരു പ്രതീകമായിട്ട്, അതിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് രാമക്ഷേത്രം വരാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ഹിന്ദു പാരമ്പര്യത്തിൽ തത്വചിന്തയുണ്ട്, സാഹിത്യമുണ്ട്, ജാതിയുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ മനസ്സിലാക്കി വരുന്ന അർത്ഥത്തിലുള്ള മതം എന്നൊന്നില്ല. അതെ, ഇപ്പോ യഹൂദ മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഒക്കെ എന്താണ്, അതിനൊരു വേദഗ്രന്ഥം, അതിനൊരു പ്രവാചകൻ, അതിനൊരു പുണ്യകേന്ദ്രം, തീർത്ഥാടന കേന്ദ്രം അങ്ങനെയുണ്ട്. ഇവിടെ അതില്ല. അപ്പൊ ഇവിടെ ദൈവമില്ല, ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ഇതൊരു ദൈവമുണ്ട്, അത് രാമനാണ്. ഒരു ഗ്രന്ഥമുണ്ട്, അത് രാമായണമാണ്. ഒരു കേന്ദ്രമുണ്ട്, അത് അയോധ്യയാണ് എന്ന് പറയുമ്പോഴാണ് മറ്റു മതങ്ങളോട് മത്സരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുക. അപ്പൊ അതിപ്പോ ആയിക്കഴിഞ്ഞു. അത് എന്ന് വെച്ചാല് സെമിറ്റിക് മതങ്ങളിലെ മത രൂപീകരണ സങ്കല്പം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു 100 കൊല്ലം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ RSS 1925 ഉണ്ടായത് വെച്ച് ഞാൻ പറയുന്നത് 99 കൊല്ലാണ് ഇപ്പോ. അതായത് മാഷ് പറയുന്നത് ഈ ഹിന്ദുയിസം എന്നത് ഒരു സംസ്കാരമോ ജീവിത രീതിയോ അല്ല, മറിച്ച് ഇതും ഒരു മതമാണ് എന്ന് കൃത്യമായി പറയുകയാണ് ഹൈന്ദവ വിഭാഗത്തോട് ബി.ജെ.പി. അതെ, ആ മതത്തെ, അതായത് ഹിന്ദുയിസം എന്നുള്ളൊരു സംഗതി തന്നെ അങ്ങനെ മതം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ്. അവരുടെ കണക്കില് അവർക്ക് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്ന കൂട്ടത്തില് ഹിന്ദുക്കൾ എന്ന് പറയാൻ വേണ്ടി അവരാണ് ഇങ്ങനെ ഒരു മതം എന്നൊരു സങ്കല്പം തന്നെ കൊണ്ടുവരുന്നത്. ഇവിടെ അതിന്റെ കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പൊ ദൈവവും മതവും ഒന്നും വലിയ വിഷയമായിരുന്നില്ല ഇന്ത്യയിൽ. ഇപ്പൊ ദൈവത്തെ നിഷേധിക്കുന്ന ഒരാള്, ഇപ്പൊ ചാർവാകൻ, അയാളെ ഒരു ഋഷിയായിട്ട് കാണാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരുപടി കാര്യങ്ങൾ, ഒരു നിരീശ്വര പാരമ്പര്യമുണ്ട്. അപ്പോ ദൈവത്തെ നിഷേധിക്കുക, അല്ലെങ്കിൽ മതത്തെ നിഷേധിക്കുക, അല്ലെങ്കിൽ മതം മാറുക, ഇതൊന്നും ഇന്ത്യയിൽ പണ്ടൊരു കാര്യമല്ല. അത് ഒരു കുറ്റമായിട്ട്, ഒരു ക്രൈമായിട്ട് രാജാക്കന്മാർ കണ്ടിരുന്നില്ല. അതൊരു സിന്നായിട്ട്, പാപമായിട്ട് ഇവിടെ കണ്ടിരുന്നില്ല. ഇപ്പൊ അതൊക്കെ വരികയാണ്. ഇതിനെ വിമർശിക്കാൻ പാടില്ല. ഇപ്പോ ശ്രീരാമനെ വിമർശിക്കുമ്പോ അല്ലെങ്കിൽ മോദിയെ വിമർശിക്കുമ്പോൾ അത് ദേശവിരുദ്ധ പ്രവർത്തനമായിട്ട് വരാൻ പോവാണ് എന്ന് പറയാൻ എന്താ അർത്ഥം എന്നറിയാം. നമ്മൾ ജനാധിപത്യത്തിൽ നിന്ന് ദൈവാധിപത്യത്തിലേക്ക് പോവാണ്. നമ്മള് ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് പോവാണ്. ജനുവരി 22 എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് ഇന്ത്യ വഴിതിരിയുന്നതിന്റെ ഒരു അടയാളക്കല്ലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഹിന്ദു റിപ്പബ്ലിക് എന്ന തരത്തിലേക്ക് മാറും എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? അതെ, അങ്ങനെ എന്താ വെച്ചാല് ഇതിപ്പോ ഇവര് കാണുന്നത് പാകിസ്ഥാനാണ്. ഇവിടെ ഒരു ഹിന്ദു പാകിസ്ഥാൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ആ ചടങ്ങായിട്ട് മോഹൻ ഭാഗവത് പറഞ്ഞത് ഇനി കലാപങ്ങൾ ഇല്ല എന്നാണ്. ആ വാക്ക് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, കലാപങ്ങൾ അവര് നടത്തിയിരുന്നു, അതിന്റെ ഉദ്ദേശം ഇപ്പൊ സാധിച്ചു കഴിഞ്ഞു. കാരണം ഈ തരത്തിൽ ഒരു പുണ്യകേന്ദ്രം ഉണ്ടാക്കി, ഒരു മതസ്ഥാപകനെ ഉണ്ടാക്കി, ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കി, ഒരു ദൈവത്തെ ഉണ്ടാക്കി, ഇനിയിപ്പോ ബുദ്ധിമുട്ടില്ല. കാരണം മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ യഹൂദന്മാരോടോ പാർസികളോടോ സിഖുകാരോടോ ഒക്കെ മത്സരിക്കാൻ ഒരു മതം ഉണ്ടായിക്കഴിഞ്ഞു, ഒരു ദൈവം ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ മത്സരിക്കാൻ ഒരു മതം ഉണ്ടായി എന്നാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇനിയിപ്പോ ആ തിരിച്ചു മത്സരിക്കാനുള്ള ശേഷിയില്ലാതായി എന്നാണോ? അല്ല, എന്താ വെച്ചാല് ഹിന്ദുക്കളെ ഏകീകരിക്കാൻ, അതാണ് പ്രശ്നം. മത്സരിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹിന്ദുക്കളെ മതത്തിന്റെ പേരിൽ ഏകീകരിക്കുക. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോ ജാതിയാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതില്
NSS SNDP കൂടി യോജിച്ചല്ലോ, കണ്ടോ? അപ്പൊ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ ഒരേ സമയത്ത് NSSന്റെ സുകുമാരൻ നായരും SNDPയുടെ വെള്ളാപ്പള്ളിയും ഒരേപോലെ സ്വാഗതം ചെയ്തു, കണ്ടോ? അപ്പൊ ഹിന്ദു ഐക്യം, ഭാരതവൽക്കരണം എന്നൊക്കെ അവർ പറയുന്ന പഴയ വാക്കുകളുടെ ഒരു പ്രതീകം, ഒരു പ്രതിരൂപം, ഒരു കേന്ദ്രം ഉണ്ടായി കഴിഞ്ഞു. അതാണ്. അപ്പൊ അത് ഭാരതവൽക്കരണത്തിന്, ഹിന്ദുവൽക്കരണത്തിന് വളരെ സഹായിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.